അങ്ങനെയെങ്കിലും അമൃതേടത്തിയുടെ കണ്ണ് തുറക്കട്ടെ. അല്ല, അത് ഞാൻ വെട്ടി തുറന്നങ്ങ് പറയമ്മേ. ഇവിടെ ചിലരുടെ മാന്യതയുടെ മുഖം മൂടിയൊക്കെ കഴിഞ്ഞു വീഴട്ടെ. ഐശ്വര്യ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കരുത്. മോള് പോ. ഇത് നന്നായല്ലോ, വാദി ഇപ്പൊ പ്രതിയായോ? കുടുംബത്തിന് നല്ലത് വരുന്നത് പറയാമെന്ന് ഞാനിപ്പൊ തെറ്റുകാരിയായി. നല്ലതും ചീത്തയൊക്കെ പിന്നെ തീരുമാനിക്കാം. മോള് തൽക്കാലം വായടച്ചു വയ്ക്കും. എനിക്ക് ഇത് തന്നെ വരണം. ഈ കുടുംബം തകരാതിരിക്കാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച എനിക്ക് ഇങ്ങനെ തന്നെ വരണം. അതല്ല ഐശ്വര്യ. അമ്മയൊന്നും പറയണ്ട, ഞാൻ നിർത്തി. പറയുന്നതെല്ലാം അങ്ങ് നിർത്തി. ഒടുവിൽ അമൃതയെടുത്തി എന്റെ മുമ്പിൽ വന്ന് പൊട്ടി പൊട്ടി കരി. ഉറപ്പാ, അതിനി അധിക നാളില്ല, ഓർത്തോ. ഐശ്വര്യ നിക്ക്. അമ്മ ഇതിന്റെ പേരിൽ കണ്ണീര് കുടിക്കും. ഐശ്വര്യ പറയുന്നേ, നോക്കിക്കോ. അമ്മേ, മോളാകെ പേടിച്ചു നിൽക്കുക അമ്മേ. ഞാൻ ഇവളെ അകത്തേക്ക് കൊണ്ടുപോയിക്കോട്ടെ. കണ്ടിട്ട് പാവം തോന്നുന്നമ്മേ. മോളെ, അത് അമ്മേ, അമ്മയും അച്ഛനും എതിര് പറയരുത്. ഈ മോളെ കാര്യത്തിൽ ഇവിടെ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ഈ മോളും ഇവിടുത്തെ ചോരയമ്മേ, അത് മറക്കരുത്. ആ മോളെ. അതി എല്ലാം അറിഞ്ഞുകൊണ്ട് നീ ഇതിന് കൂട്ടുനിന്നു അല്ലേ? ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ആ അവസ്ഥയിൽ രാത്രി വഴിയിൽ ഒറ്റയ്ക്ക് കുഞ്ഞ് എന്ത് ചെയ്യാനാ അത്? ഐശ്വര്യക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ അറിയാലോ. തകരുന്നത് അരുണിന്റെയും അവളുടെയും ജീവിതമാണ്. അതെല്ലാം എനിക്ക് ശരിക്കും അറിയാച്ച. പിന്നെ ഒരു ഭാഗ്യമുള്ളത് അരുണിന് ശ്രീകുട്ടി അവന്റെ മോളാണെന്ന് തിരിച്ചറിയില്ല. അതാണൊരു ഏക ആശ്വാസം. ആ ആശ്വാസം അധികകാലം നീണ്ടു നിൽക്കുമെന്ന് തോന്നുന്നില്ല. എപ്പോഴായാലും ചോരയെ തിരിച്ചറിയും. ഇന്നിപ്പോ രാത്രിയായിപ്പോയി. ഒരു കുഞ്ഞല്ലേ, ഇന്നിവിടെ കഴിഞ്ഞോട്ടെ. നാളെ രാവിലെ എന്താ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. അമ്മേ, തീരുമാനിക്കാനൊന്നുമില്ല. ആ കുഞ്ഞൊരു പാവാ. പക്ഷേ സിമ്പതി നോക്കിയാൽ തകരുന്നത് അരുണിന്റെ ജീവിതമാ. നാളെ തന്നെ ശ്രീകുട്ടിയെ പോലീസിൽ ഏൽപ്പിക്കണം. മറ്റെന്താ വഴിയെന്ന് തീരുമാനിക്കാം. അത് അമ്മ, അത് ഞാൻ ഏറ്റു. അല്ലാതെ പറ്റില്ല. ശ്യാമേ, നമ്മൾ എവിടെയെല്ലാം അന്വേഷിച്ചു, ശ്രീകുട്ടി കാണുന്നില്ലല്ലോ. മോൾ എവിടേക്കാ പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഭഗവാന്. എന്തായാലും ദൂരെ എങ്ങും പോകാൻ വഴിയില്ല. പിന്നെ എന്റെ മോൾ എവിടെ പോവാനാ? ഇനി ശ്രീകുട്ടിയെ വഴിയിൽ വെച്ച് കണ്ട് പരിചയമുള്ള ആരെങ്കിലും വീട്ടിലേക്ക് വല്ലതും കൊണ്ടുപോയി കാണോ? എനിക്കങ്ങനെയാ തോന്നുന്നത്. ശ്യാമേ, അങ്ങനെയാണെങ്കിൽ അവർ ഫോൺ ചെയ്തെങ്കിലും വിവരം പറയില്ലേ? അശ്വതിയുടെ കാര്യമാണെങ്കിൽ അതിനേക്കാൾ പ്രശ്നം. SIയെ വെട്ടി പരിക്കേൽപ്പിച്ച് പോലീസ് അവളെ വെറുതെ വിടില്ല.
പലതവണ ജയേഷ് അശ്വതിയേച്ചോട് ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ട്. ഒടുവിൽ നിവൃത്തിയില്ലാതെയാ കിട്ടിയ കത്തിയെടുത്ത് അശ്വതിയേച്ചി അവനെ വെട്ടിയിട്ടുണ്ടാവുക. അതെ, പക്ഷേ അവരിൽ ഒരാളെ വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. പോലീസ് അശ്വതി വെറുതെ വിടുവോ? എന്തായാലും അരുണേട്ടൻ സമാധാനിക്ക്, നമുക്ക് നോക്കാം. അവരെ കണ്ടെത്താനാവും. പക്ഷേ എങ്ങനെ? ഏട്ടാ ഒരു കാര്യം ചെയ്യ, ഏട്ടൻ വീട്ടിലേക്ക് പൊയ്ക്കോ. ഞാനും അഖിൽ സാറും ഉണ്ടല്ലോ, ഞങ്ങൾ മോളെ കണ്ടെത്തിക്കോളാം. അതാ നല്ലത്. അരുണേട്ടൻ വല്ലാണ്ട് ഡിസ്റ്റർബ്ഡ് ആയിരിക്കുക, വീട്ടിലേക്ക് പൊയ്ക്കോ. ഞങ്ങൾ മോളെ കണ്ടാൽ ഉടനെ അരുണേട്ടന് ഫോൺ ചെയ്യാം. അല്ല, ഞാൻ എൻ്റെ മോളെ കാണാതെ ഇത് എന്തായാലും വല്ലാത്തൊരു സംഭവമായിപ്പോയി. ഇനി വീട്ടിലും വെറുതെ ടെൻഷൻ കാട്ടി ഐശ്വര്യ അടുത്തേക്ക് സംശയം ഉണ്ടാക്കി വെക്കണ്ട. നമുക്ക് നോക്കാന്നേ. ഇടം പൊയ്ക്കോ. അഖി, ഞാൻ എൻ്റെ മോളെ കാണാതെ എങ്ങനെ? ഒന്നുമില്ലെന്നേ, ഞാനും അഖിൽ സാറും ഇല്ലേ, ഞങ്ങൾ ഏറ്റു. ഏട്ടൻ പൊയ്ക്കോളൂ. ആ പൊയ്ക്കോട്ടെ. ഇനി ഐശ്വര്യ അടുത്തേക്ക് ഇത് അറിഞ്ഞാൽ അത് വേറെ പ്രശ്നമാവും. ഏട്ടൻ ചെല്ലാൻ നോക്ക്. ധൈര്യമായിട്ട് ചെല്ലേട്ടാ. അഖി, എന്നാലും ചെല്ലേട്ടാ. വാട്ടാ, കേറ് വണ്ടിയിലേക്ക്. കേറേട്ടാ, ഞങ്ങൾ നോക്കിക്കോളാം. കേറ്. ഏട്ടൻ ധൈര്യമായിട്ട് പൊയ്ക്കോ. എടാ, ശ്രീകുട്ടി അശ്വതിയേച്ചിയും ഇനി എവിടെ തരയാനാ? കൃഷ്ണ, അരുൺ നിക്ക്. ഒരു സംഭവം അറിഞ്ഞോ? ആദ്യേട്ടന്റെ കാമുകിയില്ലേ, അവളുടെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക. ആരാ കൊണ്ടുവന്നേ? അതല്ലേ അതിശയം. ഈ അമൃതേടത്തിക്കാ നല്ല തല്ലിന്റെ ആവശ്യം. ആദ്യേട്ടനും അമൃതേടത്തിയും കൂടിയാണ് ആ ശ്രീകുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ശ്രീകുട്ടി ഇവിടെ എത്തിയോ? ഭാഗ്യം. ഇതുവരെയും ആദ്യേട്ടന്റെ ചതി അമൃതേടത്തി മനസ്സിലാക്കിയിട്ടില്ലെന്നുള്ളത് അത്ഭുതം. അവളെ ആദ്യേട്ടൻ എപ്പോഴും കണ്ടോണ്ടിരിക്കണം, അതിനുള്ള അടവായത്. ഇതിനു വേണ്ടിട്ട് കുറെ കാലായിട്ട് ആദ്യേട്ടൻ ശ്രമിക്കാന്ന് തോന്നുന്നു. ഇപ്പൊ പറ്റിയൊരവസരം കിട്ടി, അതങ്ങ് പ്രയോജനപ്പെടുത്തിയേ ഉള്ളൂ. അതെ, ആ ശ്രീകുട്ടിയെ ഇവിടെ താമസിപ്പിക്കാൻ അച്ഛനെ അമ്മയും കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള അമൃതേടത്തിയുടെ ബഹളം ഇവിടെ നടക്കുന്നേ. ഇക്കാര്യത്തില് അരുൺ ഇടപെടണം, ഇതിന് സമ്മതിക്കരുത്. ആ കൊച്ച് ഇവിടെ നിന്നാ പറ്റില്ല, എത്രയും വേഗം പറഞ്ഞു വിടണം. ഇല്ലെങ്കിൽ തകരുന്നതേ ആദ്യേട്ടന്റെയും അമൃതേടത്തിയുടെയും കുടുംബജീവിതം. എന്നിട്ട് ശ്രീകുട്ടി എവിടെ? അകത്തുണ്ട്. അരുൺ ചെല്ല്, ഇപ്പൊ തന്നെ അവളെ തിരിച്ചു കൊണ്ടുവിടാനുള്ള ഏർപ്പാട് ചെയ്. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അവസാനം അമൃതേടത്തിയുടെ കണ്ണീര് ഈ കുടുംബത്തിൽ വീഴരുത്. അല്ല, എന്നിട്ട് ശ്രീകുട്ടിക്ക് വരെ പ്രശ്നമൊന്നുമില്ലല്ലോ? എന്ത് പ്രശ്നം? അല്ല, മോളിനി പേടിച്ചോ മറ്റോ ഇരിക്കുകയാണോ, അതറിയാനാണ് ഞാൻ ചോദിച്ചത്. അല്ല, എന്നിട്ട് ശ്രീകുട്ടി മോൾ എന്താ പറഞ്ഞേ? ഓ, അപ്പൊ അരുണിനോട് ഈ കാര്യം പറയാൻ വന്ന ഞാനാ തെറ്റുകാരി അല്ലേ? ആദ്യേട്ടനേക്കാൾ ആ കുട്ടിയെക്കുറിച്ച് കെയർ പണ്ടേ അരുണാണല്ലോ. അത് ഞാൻ ഓർത്തില്ല. അല്ല, ഞാനതല്ല, ശ്രീകുട്ടിയുടെ... ഓ, കൂടുതലൊന്നും പറയണ്ട, എല്ലാം എനിക്ക് മനസ്സിലായി. ഐശ്വര്യ, അത് ഞാൻ... ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്റെ വാക്ക് കേൾക്കാതെ ആ പെങ്കുച്ചനെ ഇവിടെ താമസിപ്പിക്കാനാ പ്ലാനെങ്കിലേ എനിക്കും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ആ കൊച്ചിന്റെ കൺവെട്ടത്തോ മറ്റോ അരുണിനെ കണ്ട എന്റെ വിധം മാറും, പറഞ്ഞേക്കാം.
ശ്രീകുട്ടി മോളിങ് എത്തിയല്ലോ, ഭാഗ്യം. മോളെ എടുത്ത് കഴിക്കും മോളെ, വിശക്കുന്നില്ലേ? എന്റെ അമ്മ. മോളെ കരയില്ലേ, ഇത് കഴിക്ക്. എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മ, എനിക്ക് എന്റെ അമ്മയെ വേണം. എന്ന് ആന്റി എടുത്ത് തരട്ടെ. എനിക്കൊന്നും വേണ്ട, എനിക്ക് എന്റെ അമ്മയെ കണ്ടാ മതി. ഒന്ന് കഴിക്കും മോളെ. എനിക്ക് എന്റെ അമ്മയെ കാണണം. എന്റെ അമ്മ എവിടെയാ പോയത്? എന്റെ അമ്മയെ കാണാതെ ഞാൻ ഒന്നും കഴിക്കില്ല. എന്നാ ഞാൻ മോൾക്ക് നൂഡിൽസ് ഉണ്ടാക്കി തരട്ടെ, നല്ല ചിക്കൻ നൂഡിൽസ്. എന്റെ അമ്മ. മോൾ ഇവിടെ ഇരിക്കെ, ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ നൂഡിൽസ് ഉണ്ടാക്കി തരാം. അമ്മ എവിടെ? അമ്മ ശ്രീകുട്ടിയുടെ അടുത്ത് ഓടിയോ? അമ്മ മോളെ അങ്കിളെ. മോളെ ശ്രീകുട്ടി, മോളെ 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 എവിടെയായിരുന്നു മോളെ? അങ്കിൾ എവിടെയൊക്കെ അന്വേഷിച്ചു മോളെ? അങ്കിൾ എന്റെ അമ്മയെ കണ്ടോ? ഞാൻ എന്റെ അമ്മയെ കാണാതെ വിഷമിച്ചിരിക്കുക. വിഷമിക്കണ്ട. എന്റെ അങ്കിളിനെ കണ്ടല്ലോ, ഇനി അങ്കിൾ എന്റെ അമ്മയെ കണ്ടെത്തും. എനിക്ക് അങ്കിളിനെ അത്രയ്ക്കും വിശ്വാസ. ശരിയാ മോളെ, നാളെ ആവട്ടെ. അങ്കിൾ ഏറ്റു, നമുക്ക് അമ്മയെ കണ്ടെത്താം. മോള് വിഷമിക്കല്ലേ, അങ്കിളാ പറയുന്നത്. അമ്മയെ നമുക്ക് കണ്ടെത്താം. നല്ല കുട്ടിയായിട്ട് മോളിരിക്കണം കേട്ടോ. അങ്കിള് പറഞ്ഞ ശ്രീകുട്ടിക്ക് സമ്മത. മോള് വിഷമിക്കണ്ട കേട്ടോ, ഇവിടെ മോക്ക് ഞാനുണ്ട്. മോളുടെ അമ്മയെ പോലെ തന്നെ അമൃത ആന്റിയും. മോള് ധൈര്യമായിട്ടിരിക്കണം കേട്ടോ. ശരി അങ്കിളെ. എന്നാ മോളുവാ, ഭക്ഷണം കഴിക്കേ. നല്ല വിശപ്പില്ലേ? വാ. എനിക്കിപ്പോ വിശപ്പുണ്ട്. ഇരിക്കെ. സൂക്ഷിച്ചു. കഴിക്കും മോളെ, വയറ് നിറച്ച് കഴിക്കേ. പാവ എൻ്റെ മോള് ഒന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. മോളെ അങ്കിൾ എടുത്തു തരണോ? വേണ്ട, ഞാൻ കഴിച്ചോളാം. മുഴുവനും കഴിക്കും. അയ്യോ, മടിക്കുന്നത് എന്തിനാ? അരുൺ മോളെ മടിയിലോട്ട് എടുത്തു വെച്ച് വാരി വാരി കഴിപ്പിക്കും. ഐശ്വര്യ, ഇതൊരു കൊച്ചു കുഞ്ഞാ. ഇപ്പോ ഒരുപാട് സിറ്റുവേഷനിലൂടെ കടന്നു വന്നതാ. ഒരു കുഞ്ഞിനോട് മനുഷ്യൻ കാണിക്കുന്ന പരിഗണന അതുണ്ടാവണം.
പിന്നെ പരിഗണന. ഏട്ടന്റെ പ്രശ്നം പരിഹരിക്കാനാണ് ഞാൻ അരുണിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എങ്ങനെയെങ്കിലും അമൃതയെടുത്തിയ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ, അവരുടെ ജീവിതം തകരാതിരിക്കാൻ നമ്മളാൽ കഴിയുന്നത് എന്താന്ന് വെച്ചാ ചെയ്യാൻ. എങ്ങനെ ഒരു നിമിഷത്തിന് മുൻപ് ഇവൾ ഇവിടുന്ന് പറഞ്ഞു വിടാം. എന്നിട്ട് അത് ഏറ്റുവന്ന അരുൺ ഇവിടെ വന്ന് ഈ കൊച്ചിനെ തന്നെ കൊഞ്ചിക്കുകയും ഊട്ടമൊക്കെ ചെയ്യുന്നു. നല്ല കഥ. ഇപ്പോ മണ്ടിയായത് ഞാനാ. ഓ, അപ്പൊ ഇവളെ സ്പെഷ്യൽ സദ്യക്ക് ഒരുക്കി സൽക്കരിക്കല്ലേ? മോളിതൊന്നും കഴിക്കുന്നില്ല. അതാ ന്യൂഡിൽസ് റെഡിയാക്കേ. അതാവുമ്പോ ഏത് കുട്ടികൾക്കും ഇഷ്ടാവുമല്ലോ. ഓ ഇല്ല, ഒന്നും കഴിക്കുന്നില്ല. ഞാൻ വന്നപ്പോ ഇവൾ ഇവിടെ ഇരുന്ന് വെട്ടി വിഴുങ്ങുന്നതാ കണ്ടത്. ഐശ്വര്യ മതി. ഓ, ഞാനൊന്നും പറഞ്ഞില്ലേ. മോളെ, മോള് വിഷമിക്കണ്ട കേട്ടോ, മുഴുവനും കഴിക്കും. മോളെ ഈ ന്യൂഡിൽസ് കഴിക്കേ. കഴിപ്പിക്ക്. ഉള്ള ജീവിതം നഷ്ടപ്പെടുമ്പോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് അമൃതേട്ടിക്ക് മനസ്സിലാകും. പക്ഷേ അപ്പ ചിലപ്പോ വൈകി പോയിന്ന് വരും. നല്ലൊരു ജീവിതം കൈവിട്ടു പോകും, അത് മറക്കണ്ട. അമൃതേടത്തി ഒരു പാവമായതുകൊണ്ട് ഞാൻ പറയോ, എല്ലാ ആണുങ്ങളെയും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. ആദ്യേട്ടന് ഏടത്തിയോടും മക്കളോടും സ്നേഹം തന്നെയാ. പക്ഷേ ചില കാര്യങ്ങളില് അമൃതേടത്തിയുടെ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. ഇത്രേ ഞാനിപ്പോ പറയുന്നുള്ളൂ. സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ട, അത്ര തന്നെ. പിന്നെ അരുണിനോട് അത് ഞാൻ റൂമിൽ വെച്ച് പറഞ്ഞോളാം. ഒരു മോളെ പുന്നാരിപ്പും വാരിയൂട്ടലും എല്ലാം ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. എടുത്തി, മോള് വിഷമിച്ചിരിക്കുന്നുണ്ടോ? ഒന്നും കഴിച്ചിട്ടില്ല. മോൾക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. നിർബന്ധിച്ച് കഴിപ്പിച്ചാലേ പറ്റൂ. എന്തായാലും ഭക്ഷണം കൊണ്ടുവന്ന ഞാനല്ലേ, ഞാൻ കഴിപ്പിച്ചോളാം. അല്ല, അത് ഞാൻ പറഞ്ഞത്. അരുൺ ഇവിടെ നിന്ന് ബുദ്ധിമുട്ടണമെന്നില്ല, പൊയ്ക്കോളൂ. മോളെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ അവളുടെ കാര്യം നോക്കാനും എനിക്കറിയാം. അരുണേ, പറഞ്ഞത് കേട്ടില്ലേ, പൊയ്ക്കോ. മോളിതാ ന്യൂഡിൽസ് കഴിക്കേ. അങ്കിള് പൊയ്ക്കോട്ടെ, ഞാനില്ല ഇവിടെ. ഈ അമൃതാന്റിയെ മോളുടെ അമ്മയാന്ന് കരുതിയാ മതി കേട്ടോ. അമ്മ തന്നാ മോള് കഴിക്കില്ലേ? എന്നാ അമ്മയാ തരുന്നേ, മോളിത് കഴിച്ചേ. കഴിക്കും മോളെ. ആ അരുണേട്ടനാ സംസാരിക്കേ. ആ ഹലോ അരുണേട്ടാ, എന്താ വിളിച്ചേ? അത് ശ്യാമേ, ശ്രീകുട്ടി ഇവിടെ ഉണ്ട്. ശ്രീകുട്ടിയോ? ആ അതെ, ആദ്യേട്ടനും അമൃതേട്ടത്തിയും കൂടെ കൊണ്ടുവന്നതാ. അല്ല, അപ്പൊ അശ്വതി ചേച്ചിയോ? അതൊന്നും അറിയില്ല. മോളൊന്നും പറഞ്ഞില്ല ഏട്ടാ. മോളോട് എനിക്കൊന്നും സംസാരിക്കാനായില്ല. ഐശ്വര്യ എപ്പോഴും പിന്നാലെ തന്നെ ഉണ്ട്, വല്ലാത്തൊരു സംശയം പോലെ. അരുണേട്ടാ, ഏട്ട സൂക്ഷിക്കണം. ആ ശരിയാ. പക്ഷെ എനിക്ക് മോളെ കാണുമ്പോൾ അവിടെ ഒന്ന് എടുക്കാനും സംസാരിക്കാനൊക്കെ തോന്നുക. ഇപ്പോഴും
മോളുടെ കാര്യത്തിൽ ഐശ്വര്യയ്ക്ക് ആദ്യേട്ടനെ സംശയം. അതെയോ? അമ്മയും ആദ്യേട്ടനുമാണ് എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. ഏട്ടാ, കഴിഞ്ഞത് കഴിഞ്ഞില്ലേ? ഇനിയും പഴയ കാര്യങ്ങൾ ഓർത്തിരുന്ന എങ്ങനെയാ ഏട്ടാ? ഇനി അതൊക്കെ മറക്കാൻ കഴിയണം. മറക്കാനോ? അമ്മയും ആദ്യേട്ടനും എന്നെ മാത്രമാണോ ദ്രോഹിച്ചേ? അശ്വതിയും എൻ്റെ ശ്രീകുട്ടിയല്ലേ? അല്ല ഏട്ടാ, അത് ഞാൻ... ശ്യാമ ഒന്നും പറയണ്ട. എനിക്കിപ്പോൾ എൻ്റെ ശ്രീകുട്ടിയുടെ അവസ്ഥ കൂടി കാണുമ്പോൾ അവർ രണ്ടാളോടുള്ള എൻ്റെ ദേഷ്യം കൂടിക്കൂടി വരിക. അരുണേട്ടാ, ഒന്നും വേണ്ട. ഏട്ടനൊന്ന് സമാധാനിക്ക. എന്തായാലും ഒടുവിൽ പെട്ടുപോയത് ഞാനാ ശ്യാമേ. എൻ്റെ മോള് മുന്നിലുണ്ടായിട്ടും എനിക്കൊന്നും നേരെ സംസാരിക്കാൻ പോലും, എൻ്റെ മോളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ ഞാൻ ഈ വീട്ടിൽ... അരുണേട്ടാ, ഏട്ടൻ വിഷമിക്കല്ലേ, എല്ലാം ശരിയാവും. ഒന്നും ശരിയാവില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചപ്പോൾ ഇത് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ശ്യാമേ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് തോന്നി. അതാ ഞാൻ ശ്യാമയെ വിളിച്ചേ. സാരമില്ല ഏട്ടാ, എല്ലാം നേരെയാവും. ഏട്ട സമാധാനിക്ക. ശരി, ഞാൻ വിളിക്കാം ശ്യാമേ. ശ്രീകുട്ടി അവിടെ ഉണ്ടെന്ന്. അരുണേട്ടൻ വല്ലാതെ ഇമോഷണൽ ആവുക. എനിക്കെല്ലാം മനസ്സിലായി. പക്ഷേ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുക?